ഹലോ ഓൾ, എജുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റാറ്റിക് ജി കെയുടെ പാർട്ട് 3 അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സും എന്ന് പറയുന്ന ടോപ്പിക്കിലെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എക്സാമിന് അല്ലെങ്കിൽ എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന സ്റ്റാറ്റിക് ജി കെയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സുകളും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UNEPയുടെ ഹെഡ് ക്വാർട്ടർ നൈറോബിയിലാണ്. നൈറോബി, കെനിയ. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജി UNHCR. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് UNHCR അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. ജനീവ, സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യം, ജനീവ, സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് UNFPA അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂയോർക്കിലാണ്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPAയുടെ ഹെഡ് ക്വാർട്ടർ ന്യൂയോർക്കിലാണ്. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടർ പാരീസിൽ. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. യുനെസ്കോ ഹെഡ് ക്വാർട്ടർ പാരീസ്. മറക്കരുത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടർ പാരീസിലാണ്. അടുത്ത ചോദ്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? അതും ജനീവയിൽ തന്നെ. ജനീവ, സ്വിറ്റ്സർലൻഡിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടർ. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFിൻ്റെ ഹെഡ് ക്വാർട്ടറാണ് വാഷിങ്ടൺ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വാഷിങ്ടൺ. മറന്നു പോകരുത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFിൻ്റെ ഹെഡ് ക്വാർട്ടർ വാഷിങ്ടൺ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളുടെ കോമൺവെൽത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ലണ്ടൻ. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ലണ്ടനിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് അറ്റ് ലണ്ടൻ. ക്ലിയർ അല്ലേ? കോമൺവെൽത്ത് രാജ്യങ്ങൾ അല്ലെങ്കിൽ കോമൺവെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഉത്തരം ലണ്ടൻ. അടുത്ത ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അല്ലേ? ഉത്തരം എല്ലാവർക്കും അറിയാം, ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഹെഡ് ക്വാർട്ടർ ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യം, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടർ വിയന്നയിലാണ്. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടർ വിയന്ന, ഓസ്ട്രിയ. അടുത്ത ചോദ്യം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇങ്ങനെ പറഞ്ഞാൽ പലർക്കും ഓർമ്മയില്ലായിരിക്കും. നാറ്റോ എന്ന് കേട്ടാൽ പലർക്കും ഓർമ്മ വരും. നാറ്റോയുടെ ഹെഡ് ക്വാർട്ടർ ബ്രസൽസിലാണ്. ബ്രസൽസ്, ബെൽജിയം രാജ്യത്തിലെ ബ്രസൽ.
മറന്നു വരുത്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ബ്രസൽസിലാണ്. ബ്രസൽസ് ബെൽജിയം എന്ന രാജ്യത്തിലെ ബ്രസൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രസൽസ്. അടുത്ത ചോദ്യം, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. സാർക്ക് രാജ്യങ്ങളെന്ന് പലപ്പോഴും കേട്ടുണ്ട്, വരും ദിവസങ്ങളിൽ പഠിക്കും. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, സാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം കാത്മണ്ഡു, നേപ്പാൾ. നേപ്പാളിലെ കാത്മണ്ഡുവിലാണ് എന്തോന്നാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് രാജ്യങ്ങളുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? സാർക്ക് രാജ്യം അല്ലെങ്കിൽ സാർക്കിൻ്റെ അസോസിയേഷൻ അല്ല കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കാഠ്മണ്ഡു, നേപ്പാൾ. അടുത്ത ചോദ്യം, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ഇങ്ങനെയൊന്നും കേട്ടില്ലെങ്കിൽ നിങ്ങൾ ബിംസ്റ്റെക് എന്ന് കേട്ടുണ്ടായിരിക്കും. പലപ്പോഴും ബിംസ്റ്റെക് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ബിംസ്റ്റെക് അല്ലെങ്കിൽ നാറ്റോ അല്ലെങ്കിൽ WTO അങ്ങനെ തന്നെ പറയുമായിരിക്കും. എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫുൾ ഫോമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിംസ്റ്റെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ധാക്കയിലാണ്. ബംഗ്ലാദേശ്. അപ്പോൾ ബിംസ്റ്റെക്കിൻ്റെ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ, ബിംസ്റ്റെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ ധാക്കയിലാണ്, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ അല്ലേ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ, ആസിയാൻ, ASEAN, അതിന് ഹെഡ്ക്വാർട്ടർ എവിടെ ആയിരിക്കും? എല്ലാവർക്കും അറിയാം, ഉത്തരം ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് എന്തോന്ന് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആയ ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടർ ഇന്തോനേഷ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, അപ്പെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ അപ്പെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ, ഉത്തരം സിംഗപ്പൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, ഉത്തരം സിംഗപ്പൂർ ആണ് ആൻസർ. അപ്പെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ സിംഗപ്പൂർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ക്ലിയർ അല്ലേ? ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപ്പെക്കിൻ്റെ ഹെഡ്ക്വാർട്ടർ, അപ്പെക്ക് എന്ന് കേട്ടാലേ മനസ്സിൽ വരണം, സിംഗപ്പൂർ. അടുത്ത ചോദ്യം, ബ്രിക്സിൻ്റെ ഹെഡ്ക്വാർട്ടർ എല്ലാവർക്കും അറിയാം. ബ്രിക്സിൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഉത്തരം ഷാങ്കായ് അല്ലേ, ചൈനയിലാണ് ബ്രിക്സിൻ്റെ അംഗങ്ങൾ എന്ന് വഴിയെ പഠിക്കും. അടുത്ത വരും വീഡിയോയിൽ അംഗങ്ങൾ ആരൊക്കെയെന്ന് പഠിക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, ബ്രിക്സ് കൺട്രികളുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഷാങ്കായ്, ചൈനയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ. അതും ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, OECD ഓർഗനൈസേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ മനസ്സിൽ ഇതൊന്നും ഇരുന്നില്ലെങ്കിൽ OECD എക്സാമിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സാധാരണ വലിയൊരു അതിൻ്റെ മുഴുവൻ പേര് തന്നിരിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ നമുക്ക് എടുക്കുമ്പോൾ തന്നെ OECD എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ആൻസർ മനസ്സിൽ വരും. ദാറ്റ് ഈസ് OECD ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് പാരീസിലാണ്. OECD ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? പാരീസിലാണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, OECD, അതിൻ്റെ ക്യാപിറ്റൽ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ പാരീസ്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, വരും എക്സാമുകളിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യം. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC അല്ലേ, ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ IOCയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഉത്തരം ലൗസേൻ. മറന്നു പോകരുത്, ലൗസേൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ലൗസേൻ. ക്ലിയർ അല്ലേ? ലൗസേൻ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒളിമ്പിക് കമ്മിറ്റി ലൗസേനിലാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടർ, ലൗസേൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം,
ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പലപ്പോഴും നമ്മൾ പലവട്ടം കേട്ടുള്ളതാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടറും എവിടെ തന്നെയാണ്? ലണ്ടനിൽ തന്നെയാണ്. ലണ്ടൻ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഹെഡ് ക്വാർട്ടറും എവിടെ തന്നെ? ലണ്ടനിൽ തന്നെ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടറും ലണ്ടനിൽ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് മണ്ഡലിയോങ്ങിലാണ്. മണ്ഡലിയോങ് ഫിലിപ്പൈൻസിൽ. മണ്ഡലിയോങ് ഫിലിപ്പൈൻസിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ. മണ്ഡലിയോങ് ഫിലിപ്പൈൻസ്. മണ്ഡലിയോങ് ഫിലിപ്പൈൻസ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ മണ്ഡലിയോങ് ഫിലിപ്പൈൻസ്. അടുത്ത ചോദ്യം, ഇന്റർപോളിൻ്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ പോലീസാണ് ഇന്റർപോളിൻ്റെ ഫുൾ നെയിം. ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടർ ലയോൺസിലാണ്. ലയോൺസ് ഫ്രാൻസ്. ഇന്റർനാഷണൽ പോലീസ് അല്ലെങ്കിൽ ഇന്റർപോൾ എന്ന് പറയുന്ന സംഘടനയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ലയോൺസിലാണ്. ലയോൺസ് അല്ലെങ്കിൽ ഫ്രാൻസ്. വളരെ എളുപ്പമല്ലേ? ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടർ ലയോൺസ്, ഫ്രാൻസ്. അടുത്ത ചോദ്യം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. WTO പലർക്കും മാറിപ്പോവും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഉത്തരം ജനീവയിൽ തന്നെയാണ്. ജനീവ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ജനീവ. അടുത്ത ചോദ്യം, വേൾഡ് ബാങ്ക് IMFൻ്റെ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മൾ. IMF പറഞ്ഞപ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചു. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വാഷിങ്ടണിലായിരുന്നു. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെയും എവിടെ തന്നെ? വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടറും വാഷിങ്ടണിൽ തന്നെയാണ്. രണ്ടും ഒരിടത്ത്. വാഷിങ്ടൺ. ക്ലിയർ അല്ലേ? IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഹെഡ് ക്വാർട്ടർ എന്താണ്? പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഉത്തരം വാഷിങ്ടൺ. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ പോസ്റ്റൽ UPO അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബേണിലാണ്. BERNE. ബേൺ, സ്വിറ്റ്സർലാൻഡിൽ. അതും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടർ ഇവിടെ തന്നെയാണ്, സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, ദാറ്റ് ഈസ് UPO യുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബേൺ, സ്വിറ്റ്സർലാൻഡ്. അടുത്ത ചോദ്യം, ബെനലക്സ് എക്കണോമിക് യൂണിയൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബെനലക്സ് എക്കണോമിക്കൽ യൂണിയൻ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബെനലക്സ് എക്കണോമിക് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബ്രസൽസിലാണ്. ബ്രസൽസ് ബെൽജിയം. മറന്നു പോകരുത്. ബെനലക്സ് എക്കണോമിക് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടർ ബ്രസൽസിലാണ്. മറന്നു പോകരുത്. ബ്രസൽസ്. ഈ അവസാനത്തെ ചോദ്യം, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് അല്ലെങ്കിൽ ഗാട്ടിൻ്റെ ഹെഡ് ക്വാർട്ടറും എവിടെ തന്നെ? ഉത്തരം ജനീവ. അപ്പോൾ ജനീവയിൽ വന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, ഗാട്ട് എന്ന് പറയുന്ന ഗാട്ടിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. പിന്നെ നമ്മൾ ലോസേൻ IOC ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടർ ലോസേൻ എന്ന് പറയുന്നത് അത് എവിടെ തന്നെയാണ്? അതും സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മളെ സ്റ്റാറ്റിക് GKയിൽ മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഹെഡ് ക്വാർട്ടർ, അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ വലിയ ടോപ്പിക് എന്ത് കഴിഞ്ഞു? ഇതേ വീഡിയോയിൽ നമ്മൾ മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യും? വരും വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.